ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ അടുത്ത ഒരു ഹോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ടെമുല തന്നെ നമ്മുടെ ഹോൾ വീഡിയോയുടെ തേർഡ് പാർട്ടാണ് കേട്ടോ. അപ്പം ഒരുപാട് ലെങ്തി ആവുന്ന കാരണം കൊണ്ടാണ് പാർട്ട് ബൈ പാർട്ടായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് എന്ന് പറയുന്നത് അതെ ഇതാണ്, ഒരു സ്റ്റാക്കബിൾ ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് പോലെ ഇടുന്നതാണ്, വളയൊക്കെ ആയിട്ട് ഇടുന്നതാണ് കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പാണ്. നമുക്കത് ഇങ്ങനെ ഇട്ട് വെക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെയാണ് കിടക്കുക. നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ടൈറ്റ് ആക്കുകയോ ലൂസ് ആക്കുകയോ ചെയ്യാം. ഇതൊക്കെ ഒരു കൊറിയൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള കൊറിയൻ സ്റ്റൈൽ ഐറ്റംസ് ആണ് കേട്ടോ. എല്ലാതും ഒരുവിധം ഐറ്റംസ് ഒക്കെ അതിൽ കൊറിയൻ സ്റ്റൈൽ ഐറ്റംസ് ആണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് വണ്ണ്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ കൈവ കടത്തിയിട്ട് ഇടാൻ പറ്റും. അപ്പൊ ഇതാണ് സെക്കൻഡ് വൺ, ഒരു ഹോട്ട് ഷേപ്പ്, അവിടെ ഒരു ബ്ലാക്ക് കളറും പിന്നെ ഇവിടെ ഒരു വൈറ്റ് സ്റ്റോണും കൂടി വരുന്നതാണ്. പിന്നെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ എന്താ പറയാ, ഈവിളായി എന്നൊക്കെ പറയില്ലേ, ഈവിളായി, അതിന്റെ ഒരു ബ്രേസ്ലെറ്റ് ആണേ. ഇങ്ങനെയാണ് ഇത്, സ്റ്റാക്ക് ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ ഒരു ഗോൾഡൻ ഷെയ്ഡാണ്, അതുപോലെ റോസ് ഗോൾഡ് ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് അതിന്റെ വരുന്നത്. ടർക്കോയിസ് ബ്ലൂ എന്നൊക്കെ പറയില്ല, ആ ഒരു ബ്ലൂവിന്റെ ഇതിൽ വരുന്ന നമ്മുടെ ഒരു വൈറ്റ് മെറ്റൽ എന്നൊക്കെ ബ്ലാക്ക് മെറ്റൽ ഒക്കെ പറയില്ല, അതിൽ വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇത്. ഞാൻ ഇങ്ങനെ ഇട്ട് കാണിക്കാം, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഇച്ചിരി വലുതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈസിനനുസരിച്ചിട്ട് നമ്മളൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈസിനനുസരിച്ചിട്ട് അടിപൊളിയായിട്ട് വരും കേട്ടോ. വേണ്ട, ഇതാണ് ആ പ്രോഡക്റ്റ്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു ലൈറ്റ് ബ്ലൂ, ഒരു ബ്ലൂ ഷേപ്പില് ഒരു സിൽവർ ഒരു ഇത് വരുന്നതാണ്. അപ്പൊ നമുക്കിത് ഇങ്ങനെ നമുക്ക് ഏത് മോഡൽ ഡ്രസ്സിന്റെ കൂടെ ഇതിട്ട് പോവാം കേട്ടോ. അടുത്തെന്ന് പറയുന്നത് ഇത് ശരിക്കും കുറച്ച് ഒരു കൊറിയൻ സ്റ്റൈൽ തന്നെ, കുറച്ചൊരു വലിയൊരു ഇതാണ് കേട്ടോ. ശരിക്കും ഒരു വാച്ചിന്റെ ഒക്കെ, നമ്മുടെ സ്മാർട്ട് വാച്ചിന്റെ ഒക്കെ ഒരു ഇതുപോലെ തോന്നുക എന്ന് വെച്ചാൽ നല്ല ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷ് ആണ്, ബ്ലാക്ക് കളറാണ്. ഇവിടെ ഇനി സ്റ്റാക്ക് പോലെയാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഇതിങ്ങനെ കൈമിടാം. ഒരു വാച്ചൊക്കെ കിടക്കുന്ന ഒരു ഫീൽഡ് കിടക്കും. നമുക്കൊരു ജീൻസ് ഒക്കെ ഇടുന്ന സമയത്ത് കുറച്ചൊരു അടിപൊളി ഒരു വൈബായി ഒക്കെ ഉള്ള ടൈമിലൊക്കെ നമുക്ക് ഇതിങ്ങനെ ഇടാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇടാൻ പറ്റും. ഇത് എങ്ങനെയാണ് ഇടാൻ ഇഷ്ടം വെച്ചാൽ ആ രീതിയിൽ ഇടാം കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഒരു ചെയിൻ ഉണ്ട്. അപ്പൊ ഇനി ഒരു ചെറിയൊരു ഹെയർ ആക്സസറി കൂടി ഉണ്ട് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞതിൽ കാണിക്കാൻ വിട്ടായിരുന്നു. അതുകൂടെ കാണിച്ചിട്ട് ബാക്കിയുള്ള ഐറ്റംസ് കൂടെ കാണിക്കാവേ. ഇത് 2 പീസാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. 3 പീസാണ് വരുന്നത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളിത് ഇങ്ങനെ ഹെയർ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇവിടെ വെച്ച് ഫിക്സ് ചെയ്യാനുള്ളതാണ്. ആക്ച്വലി ഞാനിപ്പം ഇത് സ്ലൈഡ് വെച്ചിട്ട് പിൻ ചെയ്യണം കേട്ടോ. നമുക്കത് കറക്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ സൈഡ് വെച്ച് പിൻ ചെയ്യണം. നമുക്ക് കുറച്ചൊരു പോർഷൻ മാത്രം ഇങ്ങനെ വന്നാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ബാക്കിയുള്ള ഈ പീസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ്. അപ്പൊ അതിന്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് അങ്ങനെയാണ്. ഈ ഒരു പീസും കൂടി ഉണ്ട്. ഇത് നമ്മുടെ ഫുഡ് പിക്കർ ആണ് കേട്ടോ. നമ്മുടെ ഒരേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരേ ഷേപ്പിലൊക്കെയുള്ള ഫുഡ് പിക്കർ ആണ്. ഒരു നെക്ക് പീസ് ഉണ്ട്. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് പീസ് ആണ് കേട്ടോ. നല്ല ഇൻവിസിബിൾ ചെയിൻ പോലുള്ള ഒരു നെക്ക് പീസ് ആണ്. നമ്മുടെ ഈ വിളയി ഉണ്ടല്ലോ, അതിന്റെയാണ് കേട്ടോ. കണ്ട, ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ള ചെയിൻ ആണ് ഇതിന്റെ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആണ്. ഇത് എങ്ങനെയാണ് വരുന്നത്, കുറച്ച് നമുക്ക് സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാനും പറ്റും കേട്ടോ. ഇതിന് മുന്നേ ഞാൻ എൻ്റെ ഒരു മൊബൈൽ കവർ വാങ്ങിയിട്ടുണ്ട്. ഇത് ടെമൂന്നാണ്. ഇത് ആക്ച്വലി പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരു 3 to 4 വീഡിയോ ഒക്കെ വരും. പക്ഷെ നമ്മൾ ടെമൂന്ന് വാങ്ങിയപ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടിയിട്ടാണ്. ഇത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. എൻ്റെ ഫോണിന്റെ ബാക്ക് ഇതും ഒരു പിസ്ത ഗ്രീൻ ആണ്. അപ്പൊ ഞാൻ ഇതാണ് കേട്ടോ. നല്ല ഒരു എസ്തെറ്റിക് ഒരു ഗ്രീൻ ആണ്. ഒരു എസ്തെറ്റിക് ഒരു മോഡലിലാണ് വന്നിരിക്കുന്നത്. ഒരു ഗോൾഡൻ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളിയാണ്. പിന്നെ അതിന്റെ മുകളിൽ അതിന്റെ ബാക്ക് സൈഡിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ കേട്ടോ. അതായത് ഇതിന്റെ ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്. ആ സ്റ്റിക്കർ വെച്ചിട്ട് നമുക്ക് ഈ ഫോണിന്റെ ബാക്കിൽ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിരിക്കില്ലേ. ഇതിലെ ഈ ബോൾസ് ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് കേട്ടോ. കണ്ടോ, ഈ ടെഡിയുടെ ഉള്ളിലൊക്കെ കുറെ ബോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഗോൾഡൻ, പിന്നെ ഈ ഗ്രീനിനും മാച്ച് ആയിട്ടുള്ള ഒരു ഇതാണ്. ക്യൂട്ട് ബിയർ എന്നൊക്കെ എഴുതിയിട്ട് ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ അതേ ഈ ഒരു പീസ് നമുക്ക് ഇവിടെ ഒട്ടിക്കാനുള്ളത് കേട്ടോ. സ്റ്റിക്ക് ചെയ്തിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. അത് വീഡിയോ എടുത്തതിന് ശേഷം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മൊബൈൽ കവർ വരുന്നത്. അടിപൊളിയാണ്, നല്ല ക്യൂട്ട്. ഇത് നമ്മുടെ ഒരു പൗച്ച് കാണും. അപ്പം നാട്ടിലൊക്കെ പോവാല്ലേ, കുറച്ച് അടിപൊളിയായിട്ടൊരു പൗച്ച് ഇരുന്നോട്ടെ വെച്ചു. അപ്പൊ ഞാൻ വാങ്ങിയൊരു പൗച്ചാണ് ഇത് കേട്ടോ. കേട്ടോ, സൂപ്പറാണ്, നല്ല അടിപൊളി പൗച്ചാണ്. ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കിറ്റൺ ആ ഒരു പ്രിന്റ് ആണ് വരുന്നത്. നല്ലൊരു ബ്ലൂ കളറാണ്. ഇത് നമുക്കിങ്ങനെ അഴിച്ചതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് കമ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ നമുക്ക് ഇതിനകത്തൊരു ഫോട്ടോ ഒക്കെ ആയിട്ട് വെക്കാം. പിന്നെ ഇത് ഇവിടെ വെക്കാം. പിന്നെ ഇത് ഇവിടെ വെക്കാം. കുറെ ഐറ്റംസ് വെക്കാം.
പിന്നെ ഇതിനകത്തൊക്കെ നമുക്ക് കാർഡ് ഹോൾഡർ ആയിട്ട് വരുന്നുണ്ട്. കുറെ കാർഡ് ഹോൾഡർ ഉണ്ട് കേട്ടോ. ഈ സൈഡിലും കാർഡ് ഹോൾഡേഴ്സ് ഉണ്ട്, ഈ സൈഡിലും കാർഡ് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ അങ്ങനെ കുറെ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇതിൽ അത്യാവശ്യം കാർഡൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ക്യാഷ് ഒക്കെ ഇടാനായിട്ട് ഇതേ കുഞ്ഞൊരു ചെറിയൊരു പോർഷൻ വരുന്നുണ്ട്. സിബ്ബറൊക്കെ ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട് കേട്ടോ ഇതിനുള്ളിൽ. അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിലും വെക്കാൻ പറ്റും. ഇവിടെയും ഒരു സിബ് വരുന്നുണ്ടേ, കണ്ടോ. ഒത്തിരി വേറെ കേട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ സിബ് വരുന്നുണ്ട്. ഇവിടെ ഹോൾ ഉണ്ട്, ഇതിൽ ചില്ലറയും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല. ചെറിയൊരു ഹോൾ, അതായത് ഈ ഫോൾഡ് ചെയ്ത് വരുന്ന ഭാഗത്തുള്ളതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ വെക്കാൻ പറ്റും. ഇതിൽ അത്യാവശ്യം കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് കേട്ടോ. ഇതിന്റെ കൂടെ ഇങ്ങനെ തൂക്കിയിടാനായിട്ടുള്ള ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ടുള്ള ഒരു റോപ്പാണ് വരുന്നത് കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ട് നമ്മളൊരു ഇച്ചിരി സ്ലിംഗ് ബാഗ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി ഒരു സ്ലിംഗ് ബാഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നല്ലൊരു ബേജ് ആൻഡ് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സ്ലിംഗ് ബാഗ് ആണ്. ഒരു ലോട്ടസ് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ. ഞാൻ ഈ പ്രിന്റ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടെടുത്താണ്. എൻ്റെ അടുത്ത് വേറെ സ്ലിംഗ് ബാഗ്സ് ഉണ്ട്, പക്ഷെ എനിക്ക് ഈ ലോട്ടസ് പ്രിന്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പൊ അതിന്റെ മുകളിൽ നല്ലൊരു ആന്റിക് ഒരു ഫിനിഷ് പോലെയൊക്കെയാണ് ലോട്ടസ് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ എംബോസ് ചെയ്ത് നിൽക്കണതാണ്, ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ എംബോസ് ചെയ്ത് നിൽക്കണതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ റോപ്പ് വരുന്നത് ഇങ്ങനെ അത്യാവശ്യം ലെങ്ത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നല്ല തിക്കായിട്ടുള്ള ഇങ്ങനെ അത്യാവശ്യം നല്ല ബാൻഡ് പോലെ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. ഒരു തന്നെ ഒരു കമ്പാർട്ട്മെന്റിനെ വരുന്നുള്ളൂ. ഈ ഒരു കമ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. അതിന്റെ ഉള്ളിൽ ചെറിയൊരു കമ്പാർട്ട്മെന്റ് കൂടി ഉണ്ട്. ഇതേ കണ്ടോ. സിബ് വരുന്നത് ഈ ഒരു സെന്ററിൽ ഇങ്ങനെ ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ ഇത് ഇത് രണ്ടും കോമൺ ആയിട്ട് രണ്ട് സൈഡിലും കൂടി വരുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് വിടാൻ പറ്റും. അപ്പൊ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ്. നമുക്കൊരു ബോട്ടിൽ വാട്ടറും പിന്നെ നമ്മുടെ ഈ പൗച്ച് പിന്നെ മൊബൈല് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാറുണ്ട്. ടിഷ്യൂ ബോക്സ് അങ്ങനെയൊക്കെ കുറച്ച് വെക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു ബാഗാണ് കേട്ടോ ഇത്. ഇനി വരുന്നത് നമ്മള് ഇപ്പൊ മഴയൊക്കെയാണല്ലോ നാട്ടില്. അപ്പൊ ഒരു ക്രോക്സ് ടൈപ്പ് ഒരു ഷൂ ഒരു ചെരുപ്പ് മേടിച്ചു. അവിടെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റിയ ക്രോക്സ് ടൈപ്പാണേ. ഞാൻ കാണിക്കാവേ. ഇതാണ് കേട്ടോ അത്. ഇതിവിടെ ഒരു മെഷാണ് കേട്ടോ വരുന്നത്. ഒരു പർപ്പിൾ ഷെയ്ഡാണ്. ഇതൊരു മെഷാണ്. അതുകൊണ്ട് നമുക്ക് വെള്ളം നിൽക്കുന്ന പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനുള്ളിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ശരിക്കും നമ്മുടെ ക്രോക്സ് ഉണ്ടല്ലോ അത് തന്നെ മെറ്റീരിയൽ. ഇത് കേട്ടോ നല്ല ഫ്ലെക്സിബിൾ ആണ്. ഇവിടെ ഒരു റബ്ബർ എന്താ അതിന് പറയാൻ എനിക്കറിയില്ല. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ നമുക്കിതിങ്ങനെ ഇത് വേണമെങ്കിൽ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ക്രോക്സ് ഇടുമ്പോൾ ഇത് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം. അല്ല ഇത് ബാക്കിൽ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇവിടെ മെഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഇതൊന്നും അതിൻ്റെ ഉള്ളിൽ നിൽക്കൂല. ഇങ്ങനെ പുറത്തേക്ക് പോകും. സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പീസാണ് കേട്ടോ. ഇത് ഞാൻ ടെമോന്ന് വാങ്ങിയതിനാണ്. എനിക്ക് ഇതിന്റെ കറക്റ്റ് സൈസ് തന്നെ കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ടൈം തന്നെ കിട്ടി. പിന്നെ ഞാൻ ഒന്ന് രണ്ട് വേറെ വിഷം കൂടെ വാങ്ങിയായിരുന്നു. അത് ഞാൻ റിട്ടേൺ ചെയ്തായിരുന്നു. പിന്നീട് വീണ്ടും ഞാൻ പർച്ചേസ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പൊ ഞാൻ അത് കാണിച്ചു തരാമേ. അത് ഈ ഷൂ ആണ്. ഞാൻ ആദ്യം റിട്ടേൺ ചെയ്തിട്ട് വീണ്ടും പർച്ചേസ് ചെയ്തതാണ്. കാരണം എനിക്ക് സൈസ് ഇഷ്യൂസ് വന്നായിരുന്നു. ഇതിങ്ങനെ UK US ആ സൈസാണ് പറയുക. അപ്പൊ നമുക്കൊരു ചെറിയൊരു ഇഷ്യൂ വന്നു. എനിക്ക് പെട്ടെന്ന് അറിയാണ്ട്. അപ്പൊ ഇവിടെയും മെഷാണ്. ഇതൊക്കെ ഓപ്പൺ ആയിട്ടുള്ളത്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂ അല്ല, ഇവിടെയൊക്കെ ഓപ്പൺ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഇത് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കാരണം ഇപ്പൊ നമ്മള് നാട്ടിലൊക്കെ നല്ല മഴയാണല്ലോ. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഷൂ ആണെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിട്ടുള്ള ഷൂ ആണ്. ഇതിന് ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേസ് എനിക്ക് വലിയ ഇഷ്ടമുള്ളതല്ല, എന്നാലും കുഴപ്പമില്ല. ഇത് ഇങ്ങനെ ഓപ്പൺ ആണ്. അതുകൊണ്ട് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് സോക്സ് ഇട്ടിട്ടും പെയർ ചെയ്യാം, സോക്സ് ഇടാണ്ടും പെയർ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തത് ഡ്രസ്സാണ് കേട്ടോ. ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വാങ്ങിയ 3 ജോഡി ഡ്രസ്സ് ഞാൻ വാങ്ങിയായിരുന്നു. അത് 3 റിട്ടേൺ ചെയ്യേണ്ടി വന്നു. എനിക്ക് സൈസ് പ്രശ്നം വന്നു. എന്ന് വെച്ചാൽ നമ്മള് ചെറുതാവണ്ടെന്ന് എഴുതി ഞാൻ ഇച്ചിരി ഒരു സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഓർഡർ ചെയ്തു. അപ്പൊ അത് വലുതായിട്ട് വന്നു. അപ്പം ഇത് ഒരെണ്ണം അത് എന്നിട്ട് ഞാൻ റിട്ടേൺ ചെയ്ത് വീണ്ടും വാങ്ങി. എനിക്ക് അതിൽ മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്കൊരു നൈറ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. ഇലാസ്റ്റിക് ബേസ് പെയിൻ ആണ് വരുന്നത് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. വീട്ടിലൊക്കെ ഇടാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണേ. ഇതാണ് വരുന്നത്. കുറച്ച് വലിയ സൈസ് ആയിരുന്നു. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ കുറച്ച് വലിയ സൈസ് ആണ്. പിന്നെ വീട്ടിലിടാനല്ല, നമുക്ക് കുറച്ച് ലൂസായി കിടക്കണമെങ്കിലും കുഴപ്പമില്ലല്ലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. നിങ്ങൾക്ക് ടാങ്ക് ടോപ്പ് വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പൊ ടാങ്ക് ടോപ്പ് നമുക്ക് വേണമെങ്കിൽ ഷർട്ടിന്റെ ഉള്ളിലൊക്കെ അങ്ങനെ പെയർ ചെയ്യാം. ഷർട്ട് ഓപ്പൺ ആയിട്ടിരുന്ന ടൈമിലായാലും അല്ലെങ്കിൽ ഒരു 2-3 ബട്ടൺസ് ഒക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യണം. അങ്ങനെ ആയാലും പെയർ ചെയ്യാൻ പറ്റും. ഇത് ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള ടോപ്പാണ്. അല്ലെങ്കിൽ ടോപ്പ് തന്നെയായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. സ്ലീവ്ലെസ് ആണ്. ഇത് ശരിക്കും ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇതിന്റെ സൈഡിലൊക്കെ ഇങ്ങനത്തെ എലാസ്റ്റിക്സ് വരുന്നുണ്ട്. എലാസ്റ്റിക് അപ്പൊ അത് നല്ല നമ്മുടെ ഷേപ്പിനനുസരിച്ച് സ്ട്രെച്ച് ആയിട്ട് നമുക്ക് നിന്നോളൂ കേട്ടോ. നമ്മുടെ ഷേപ്പിനനുസരിച്ച് തന്നെ സ്ട്രെച്ച് ആയി നിൽക്കും. ഇനിയിപ്പോൾ നമുക്ക് എലാസ്റ്റിക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു 1 ടെക്കാണ് ഇട്ടിരിക്കുന്നത്. അത് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്തിട്ടാനും പറ്റും. അപ്പൊ നല്ലൊരു അടിപൊളി ടാങ്ക് ടോപ്പാണ് കേട്ടത്. സൂപ്പറാണ്. നല്ലൊരു ബേജ് ഷെയ്ഡാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എല്ലാറ്റിനും നന്നായി പെയർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തെന്ന് പറയുന്നത് വീണ്ടും ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു ലൂസ് ഫിറ്റ് മോഡലാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു കോപ്പി തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ടെമൂല് മാത്രമല്ല ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്.
നിങ്ങൾക്ക് ഈ പിക്ചർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കിട്ടും കേട്ടോ. ചെറിയൊരു റേറ്റിന് വാങ്ങിയതാണ്. ഇത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ. അതൊരു നേവി ഗ്രീൻ, ആ ഒരു ഗ്രീൻ ആണ്. ഇതിന്റെ അടിയിലൊരു ചെറിയൊരു ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പാന്റിന്റെ ജോയിന്റിലും വരുന്നുണ്ട്. അപ്പൊ ഇത് ഇടുമ്പോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വരും കേട്ടോ. പാന്റിന്റെ ജോയിന്റിലും കൂടിയാകുമ്പോൾ കേട്ടോ ഇങ്ങനെയാണ് വരിക കേട്ടോ. അപ്പൊ സൈസ് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് സൈസ് കറക്റ്റ് ആയി നോക്കിയിട്ട് ഒരു സൈസ് ചെറുത് നോക്കി ഓർഡർ ചെയ്യുക. അല്ലെങ്കിൽ ഇതിൽ എങ്ങനെ വെച്ചാൽ സാധാരണ നമ്മൾ 36, 37, 38 ആ ഒരു റേഞ്ചിലാണല്ലോ സൈസ് വരിക. പക്ഷെ ഇതിനകത്ത് വെച്ചാൽ 35 to 37 അല്ലെങ്കിൽ 35.5 to 37.5 അങ്ങനെയൊക്കെ ഒരു സൈസാണ് കാണിക്കുക. അതിന്റെ ഉള്ളിലുള്ള ഒരു സൈസ് നല്ല രീതിയിൽ കാണിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും. അപ്പൊ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഇതിന് നല്ല ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ സൈഡിൽ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. കണ്ട നല്ല അടിപൊളി മെറ്റീരിയൽ ആണ്. ചെറിയൊരു കണ്ട മെറ്റീരിയലിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ചുളുക്ക് പോലുള്ള ഒരു മെറ്റീരിയലാണ് കണ്ടില്ലേ. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല സ്ട്രെച്ചബിൾ ആണ്, അടിപൊളിയാണ്, നല്ല ബ്രീത്തബിൾ മെറ്റീരിയൽ ആണ്, നല്ല ഭംഗിയാണ്. അതുപോലെ ഈ ഒരു ലെഗിന്റെ അവിടെ മാത്രമാണ് ഈ ഒരു ഡീറ്റെയിലിംഗ് വരുന്നത്. ഒരു അടിപൊളിയാണ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതേ കവറൊക്കെ കാര്യമായി. അപ്പൊ നമ്മൾ ഒരു 3 വീഡിയോ ഉണ്ട്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഓരോ വീഡിയോയും കണ്ടെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ടൈമ് പർച്ചേസ് ചെയ്ത് ഞാൻ കാണിച്ച ഏതെങ്കിലും ഐറ്റത്തിന്റെ സെപ്പറേറ്റ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ അതിന്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാതിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ.